സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്നും ഷൈൻ മൊഴി നൽകി. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഷൈൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നലെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്? രണ്ട്, ഈ മൊഴിയുടെ വിശദാംശങ്ങൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജഗദീഷിന്റെ ഒരു ഡയലോഗ് പോലെ ഞാൻ മാത്രമല്ല അവരും ഉണ്ട്, പക്ഷെ എന്നെ മാത്രമേ പറയുന്നുള്ളൂ, ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല എന്ന് പറയുന്ന തരത്തിൽ. പക്ഷേ അപ്പോ ഷൈൻ പറയേണ്ടി വരും ആരൊക്കെ ഉപയോഗിക്കുന്നു, എവിടെയൊക്കെ ഉപയോഗിച്ചു, അതിനെക്കുറിച്ച് അറിയാമോ എന്നതിനും കൂടി ഉത്തരം പറയേണ്ടി വരില്ലേ? ശ്രീജ, എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ ഈ മൊഴി കൂടുതൽ നടന്മാരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തിയത് ഒരു നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് പോലീസും കണക്കാക്കുന്നത്. കാരണം താൻ മാത്രമല്ല ഈ ലഹരി ഉപയോഗിക്കുന്നത്, സിനിമയിലെ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ നടന്മാരെന്ന് പോലീസിനോട് ഷൈന് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ മൊഴി നൽകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ അടുത്ത കാലത്തായി നമ്മൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം സമൂഹം ഒന്നടങ്കം അതിനെതിരെ നിൽക്കുമ്പോൾ അത് സിനിമാ മേഖലയിലടക്കം ലഹരി കിട്ടാനുള്ള ഒരു സാഹചര്യം കുറയുന്നുണ്ട്. പരിശോധനകളൊക്കെ ശക്തമായതിനാൽ ലഹരി കിട്ടാനുള്ള ഒരു സാഹചര്യം കുറഞ്ഞു എന്നുകൂടി ഷൈൻ പറയുന്നത് ഒരു നല്ല സൂചനയായി കണക്കാക്കണം. കുറച്ചുകൂടി നമ്മൾ ശക്തമായി പോരാടിയാൽ ഈ ലഹരി കണ്ണികളെ തീർച്ചയായും മുറിക്കാൻ കഴിയും. നമ്മുടെ ലഹരിയുടെ വേര് അത് അറുക്കാൻ കഴിയുമെന്ന് ഈ ഷൈൻ്റെ ഈ മൊഴിയിൽ കൂടി നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും സിനിമാ മേഖലയിലടക്കം ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം, പരിശോധനയൊക്കെ ശക്തമാകുന്ന, അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ കടുത്ത നടപടികളിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്ക് സിനിമാ മേഖലയിൽ മാറിക്കഴിഞ്ഞു എന്നതാണ് ഷൈൻ്റെ ഈ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി ഷൈൻ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, പോലീസ് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ തുടരുന്നുണ്ട്. ഷൈൻ നൽകിയ മൊഴികളൊക്കെ ഒന്നുകൂടി പോലീസിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ആണ് വീണ്ടും നാളത്തെ ചോദ്യം ചെയ്യലിൽ അത് വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ഷൈനോട് എത്താൻ പറഞ്ഞത്. ഷൈന് പറയുന്നത് പ്രകാരം ഈ സിനിമാ സെറ്റുകളിൽ ലഹരി എത്തിക്കുന്നത് അസിസ്റ്റന്റുമാരാണ്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഷൈന് ലഹരി എത്തിക്കുന്നത്? ഷൈൻ മാത്രമല്ല, സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ നടന്മാരുൾപ്പെടെയുള്ളവർക്ക് ലഹരി നൽകുമ്പോൾ അവർക്ക് ആരാണ് ഈ ലഹരികൾ എത്തിച്ചു നൽകുന്നതെന്ന് പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഷൈന്റെ മൊഴിയിൽ നിന്നും കൂടുതൽ വ്യക്തത വരുവാനും സാധിക്കുമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. താൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഷൈൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെന്ററിൽ അടക്കം പോകണമെന്നൊരു നിർദ്ദേശം പോലീസിനോട് പോലീസ് ഷൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഷൈൻ പറയുന്നത് താൻ അങ്ങനെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയതാണ്, പക്ഷേ അത് തനിക്കിപ്പോൾ പോകാൻ താല്പര്യമില്ല. കുടുംബമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിലൊരു മറുപടി നൽകാമെന്നാണ് പോലീസിനോട് ഷൈൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോയി ഷൈനെ ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി പോലീസിനുണ്ട്. കാരണം അങ്ങനെ പോലീസിന്റെ ഒരു നീക്കം ആ രീതിയിലും ഒക്കെ നടക്കുന്നുണ്ട്. ഒപ്പം ഷൈന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് 2 അക്കൗണ്ടുകളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത്. അതിൽ ലഹരി ഇടപാടിന് വേണ്ടി ആർക്കൊക്കെയാണ് പണം നൽകുന്നതെന്നാണ് പോലീസിന് കണ്ടെത്തേണ്ടത്. ആ അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷം സംശയമായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ പണം നൽകിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലീസ് ആ ഒരു അന്വേഷണത്തിലേക്കും കടക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഷൈനെ നാളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ നൽകിയ മൊഴികളിലൊക്കെ വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ. മറ്റൊരു കാര്യം, മാധ്യമങ്ങളെയും രൂക്ഷമായി ഷൈൻ വിമർശിച്ചിട്ടുണ്ട്. പോലീസിനോട് പറയുന്നത് മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നുണ്ട്, തന്റെ സ്വകാര്യ ജീവിതത്തിലൊക്കെ അനാവശ്യമായി മാധ്യമങ്ങൾ കയറുന്നു എന്ന ഒരു വിമർശനം മാധ്യമങ്ങൾക്കെതിരെയും ഒക്കെ ഷൈൻ ടോം നൽകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഷൈനെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സജീറിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, സജീറിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം
സാഹചര്യം മുന്നിലുണ്ട്. ഷൈന് നിരവധി ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഷൈനുമായി എങ്ങനെയാണ് ഇയാൾക്ക് പരിചയമെന്നും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ആലപ്പുഴയിലെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും പിടിയിലായ യുവതിയുമായി തനിക്ക് പരിചയമുണ്ടെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാലും സിനിമാ മേഖലയിൽ ഒന്നടങ്കം ഒരു പരിശോധന അല്ലെങ്കിൽ ഷൈന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് നിരീക്ഷണം ശക്തമാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഗൂഢാലോചന, ലഹരി ഇടപാട്, സാമ്പത്തിക ഇടപാട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഷൈനെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, തെളിവ് ശേഖരണത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനിയും ചോദ്യം ചെയ്തായിരിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസും എത്തുന്നത്.